സംശയമല്ലല്ലോ, അത് യഥാർത്ഥമായിട്ടുള്ള കാര്യമല്ലേ. അത്ഭുതം തോന്നി. ഈ സാഹചര്യത്തിൽ പാലക്കാട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരാൻ എന്താണ് കാരണം എന്ന് ഞങ്ങളും വളരെ കൂലങ്കുഷമായി ചിന്തിക്കേണ്ടായി. തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട BJPയുമായിട്ടുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടുള്ള അജണ്ട തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. അവിടെ മാത്രമല്ല, വേറെ 1-2 സീറ്റുകളിലുണ്ട്. എവിടെയാണ് സ്വാഭാവികമായിട്ടും അർഹതപ്പെട്ട ഒരുപാട് ആളുകളുടെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. ഫൈനലായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗീകരിച്ച പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ പേരുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സത്യമാണ്, കോൺഗ്രസിനകത്ത് ഒരുപാട് പേര് അർഹരായ നേതാക്കന്മാരുണ്ട് സ്ഥാനാർത്ഥികളാകാൻ. ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് കാണുന്നത് 10 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളാകാൻ പറ്റാത്തവരെല്ലാം കൃത്യമായിട്ടും അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ പാർട്ടിയെ സഹായിക്കാൻ രംഗത്തുണ്ടാവും. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പെരുമ്പാവൂരിലെ പുതിയ സ്ഥാനാർത്ഥി വന്നു. സിറ്റിംഗ് MLA കൃത്യമായിട്ട് ഞാൻ സിറ്റിംഗ് MLAയുടെ നടപടിയെ അങ്ങേറ്റം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം മാറ്റിയപ്പോഴും വളരെ പക്വതയോടെ പെരുമാറി എന്നുള്ളതായിരുന്നു. അല്ല, ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. മത്സരിക്കുന്നവരല്ല. മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. അവരെ ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങുക. ഞങ്ങളെ നാളെ രാവിലെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളിലേക്കെല്ലാം കേരളത്തിന് പുറത്തുള്ള സീനിയർ നേതാക്കന്മാരായിട്ടുള്ള ഒബ്സർവർമാർ വരും. ആ ഒബ്സർവർമാർ വരുന്ന 12-13 ദിവസക്കാലം കേരളത്തിലുണ്ടാവും. പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇടപെട്ട് പരിഹരിക്കാനും പ്രവർത്തകരോട് സംസാരിക്കാനും നേതാക്കളോട് സംസാരിക്കാനും. പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഇറങ്ങുന്ന പരിഗണിക്കപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും അവരർഹിക്കുന്ന പരിഗണന ഉണ്ടാവും, സംശയമില്ല. അത് ശരി. അതാണോ ഇപ്പോഴത്തെ വാർത്ത? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പിടിച്ചിട്ടില്ല. ഇപ്പൊ ചോദിച്ചു അഭിപ്രായ വ്യത്യാസമുണ്ടോ. ഒരു മന്ത്രിയെ പ്രഖ്യാപിച്ചിട്ട് 4 ദിവസമായിട്ട് ആൾ ഇറങ്ങിയോ? നിങ്ങൾ ആരെങ്കിലും മാധ്യമങ്ങൾ എഴുതിയോ? ഒരു മന്ത്രിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് 3-4 ദിവസമായിട്ട് അദ്ദേഹം പ്രചരണ രംഗത്ത് പോലും ഇറങ്ങിയിട്ടില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് 2 പ്രാവശ്യം പറയുന്നു അദ്ദേഹമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി, അദ്ദേഹം ഇറങ്ങിയിരിക്കും. പക്ഷെ ഏറ്റവും ഒടുവിൽ ഇപ്പൊ കേട്ടത് അദ്ദേഹം അവിടെ നിന്ന് മാറി വേറൊരു സീറ്റിൽ മത്സരിക്കുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞ വേറൊരാളെ മത്സരിക്കും. 5 സീറ്റുകളിൽ, അതുകൂടാതെ 4 സീറ്റുകൾ 5 സീറ്റുകളിൽ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്.